വളരെ പ്രാവശ്യം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വേദഭാഗമാണ് നമ്മൾ ഇന്ന് സങ്കീർത്തനം ആയിട്ട് വായിച്ചത്. The Psalms which we read today is a very familiar portion which we have read multiple times and meditated. എനിക്ക് തോന്നുന്നു ലക്ഷോപലക്ഷം ആൾക്കാർ കാണാതെ മെമ്മറൈസ് ചെയ്ത ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. I think millions of people would have by-hearted this Psalms. ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ യഹോവ എൻ്റെ ഇടയനാകുന്നു, കുഞ്ഞിലെ തൊട്ട് നമ്മളെല്ലാം പറഞ്ഞ് പഠിച്ച ഒരു സങ്കീർത്തനമാണ്. Even our children from their infancy they have learned, Lord is my shepherd. നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ പ്രസംഗിക്കുകയും കേൾക്കിയിട്ടുള്ള ഒരു വേദഭാഗമാണ്. This is a portion from which we have heard many sermons. ദൈവസഭ ഒരുമിച്ച് ആ വചനം എന്ന് പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു. Let's say this verse together, Lord is my shepherd. ആമേൻ. ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമായിട്ട് നിങ്ങൾ ചിന്തിക്കാതെ ആമേൻ ഈ ഭാഗം നമ്മൾ നമ്മുടേതാക്കി ഒന്ന് മാറ്റി ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറയണം, ആമേൻ, യഹോവ എൻ്റെ ഇടയനാകുന്നു. Rather than considering it as a psalm of David, we should think of it as our psalm, and we should say that as our declaration that Lord is my shepherd. ആമേൻ. ദാവീദ് ഇപ്പോൾ രാജാവാണ്. David is a king now. ആമേൻ. സ്തോത്രം. അദ്ദേഹം ജനത്തെയൊക്കെ നടത്തുന്നുണ്ട്. He is leading the people. പക്ഷെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഉറപ്പുണ്ട്, ഞാൻ രാജാവായതുകൊണ്ടോ ഒന്നുമല്ല, എന്നെ നടത്തുന്ന ഒരു പക്ഷെങ്കിൽ ജനത്തിനും ആർക്കും അറിയാത്തൊരു നടത്തിപ്പെട്ട മുകളിലുണ്ട്. ഞാൻ നിൽക്കുന്നതും ഞാൻ എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇടയൻ എന്നെ നടത്തുകയാണ്. But he is certain of a fact that although he is a king and he is leading people, there is someone above him who is leading him, and he is under that leadership, and that is Lord is his shepherd. ആമേൻ. ഇദ്ദേഹം ഒരു ഇടയനായിരുന്നല്ലോ. He was also a shepherd. അപ്പന്റെ ആടുകളെ വിശ്വസ്തയോടെ നോക്കിയ ഒരു ഇടയനാണ്. He was faithfully taking care of the sheep of his father. ആമേൻ. ഏൽപ്പിച്ചത് ഒന്നും നഷ്ടമാകരുതെന്നുള്ള ബോധ്യം ഈ ഇടയനുണ്ടായിരുന്നു. He had this thing in his mind that none of the sheep that was entrusted to him should not be lost. ദാവീദ് തന്നെ പറയുന്നുണ്ട്, ഒരിക്കൽ സിംഹവും കരടിയൊക്കെ വന്നു, എന്നാൽ അമിസ്വത്രം അതിന്റെ നേരെ യുദ്ധം ചെയ്ത് സിംഹത്തിന്റെ വായിൽ നിന്ന് ഞാൻ രക്ഷിച്ചു. Even David himself is saying that there was a time when lion came, bear came to attack and take away the sheep, and even from the mouth of the lion David rescued the sheep. അതുകൊണ്ട് മാനുഷികമായ ഒരു ഇടയന് ഈ ബോധ്യമുണ്ടെങ്കിൽ ആമീൻ ദാവീദിന്റെ ജീവിതത്തിന്റെ ആ മരുയാത്രയിൽ ആമീൻ അദ്ദേഹം ആ ഇടയന്റെ സ്ഥാനത്ത് ദൈവത്തെ ഇറക്കി വെച്ചിട്ട് അവിശ്വാസ പ്രഖ്യാപനമാണ്, ആമീൻ, ഞാനാകുന്ന ഇടയന് എൻ്റെ മുൻപിലുള്ള എന്നെ ഏൽപ്പിച്ച ആടിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുവാൻ നടത്തുവാൻ ആമീൻ ബാധ്യസ്ഥനാണെങ്കിൽ ഉന്നതനായ ദൈവം എത്ര വലിയവനാണെന്ന് ഈ സങ്കീർത്തനത്തിലൂടെ ദാവീദ് വെളിപ്പെടുത്തുകയാണ്. David is demonstrating to us through these psalms that if a shepherd who is just a human have this certainty, have this realization that I am responsible for the sheep that is entrusted to me, and I have to rescue and take care of this sheep, then how much more the shepherd who is heavenly, our Father in heaven who is a shepherd, is faithful enough to take care of us. ആമേൻ. ബൈബിളിൽ ദൈവത്തെ ഇടയനായിട്ട് ആദ്യം പറഞ്ഞൊരു ഭാഗം ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. The first instance in which Bible is using the word shepherd is in Genesis chapter 49 verse 24. ഇടയന്മാർ പലതും ഉണ്ടെന്ന ദൈവത്തെ ഇടയനാക്കി സംബോധന ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്തിൽ തന്നെ യാക്കോബ് പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ വായിച്ചത്. This is the portion where Jacob is mentioning about God as a shepherd, the mighty one of Jacob, because of the shepherd, the rock of Israel. ആമേൻ. യാക്കോബ് തന്റെ അവസാന സമയങ്ങളിൽ തലമുറകളെല്ലാം അടുക്കൽ വിളിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ് ഇത് ഈ വേദഭാഗം. The context is that Jacob towards his end time he is calling his children and is blessing them. ആമേൻ. ഓരോ തലമുറകളെ അടുത്ത് വിളിച്ച് അനുഗ്രഹിച്ച് യോസേഫിനെ അനുഗ്രഹിക്കുമ്പോഴാണ് ഈ ഭാഗം ഉദ്ധരിക്കുന്നത്. As he
calls each one of them and bless them in a sequential manner. He is calling Joseph and blessing him, and it is mentioned at the point where he is blessing Joseph. യോസഫിനെ പറ്റി പറയുന്നത് യോസഫ് ഫലപ്രദമായ വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ വൃക്ഷം തന്നെ. അവൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. കുറെ കാര്യം പറയുന്നുണ്ട്. കാരണം ഈ യോസഫിനെ പറ്റി ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ. There are many things mentioned about Joseph here. Joseph is a fruitful bough by a well. The archers suffered him. Archers grieved him. There are many things mentioned about Joseph, and when he's blessing Joseph, these things needs to be mentioned. കാരണം യാക്കോബിനറിയാം ഈ തലമുറയെ അപ്പൻ വളർത്തിയതല്ല, അപ്പൻ നടത്തിയതല്ല. അവൻ വളരെ ചെറുപ്പത്തിൽ തന്നെ അപ്പനിൽ നിന്ന് അകന്ന്, വീട്ടിൽ നിന്ന് അകന്ന്, ദേശത്ത് നിന്ന് അകന്ന് പോയവനാണ്. എന്നാൽ ഇന്ന് ഈ കാണുന്ന നിലയിൽ ഈ തലമുറ വന്നതിന്റെ പിൻപിൽ യാക്കോബ് പറയുകയാണ്, ഇത് ഞാൻ നടത്തിയതല്ല, ഇസ്രായേലിന്റെ പാറയായ ഇടയൻ ഈ തലമുറയെ നടത്തിയതിന്റെ വിടുതലാണ് ഈ കാണുന്നത്. Why Jacob is mentioning all these things is that Jacob knows that about Joseph, about that generation. It is not Jacob who brought him up because of the situations, because of the circumstances that happened with Joseph. It was God himself brought up Joseph, took care of Joseph. It is the rock of Israel that took care of him. ഒരു കാലഘട്ടം മുഴുവൻ യാക്കോബ് വിചാരിച്ചു ഈ തലമുറ നഷ്ടപ്പെട്ടു പോയി, ഇനി ഒരിക്കലും ഇവനെ കാണാൻ കഴിയത്തില്ലെന്ന് ചിന്തിച്ച സമയങ്ങൾ, യാമങ്ങൾ അധികം കരഞ്ഞ ഒരു വ്യക്തിയാണ്. For many years, Jacob thought that I lost this son. I do not have him anymore, and he grieved thinking about that. മരിച്ചെന്നുള്ള ഒറ്റ ബോധ്യത്തോടെയാണ് യാക്കോബ് ജീവിച്ചത്. Jacob lived with the conviction that my son is dead. പിന്നീട് അറിഞ്ഞത് മരണമല്ലായിരുന്നു. പല പ്രതിസന്ധി ഘട്ടത്തിലൂടെ ഇവൻ ഇങ്ങനെ ഓരോന്നോരോന്നായി കടന്നു പോകുകയായിരുന്നു. Later on, he came to know that he did not die, but he had to go through many struggles in his life. അപ്പന്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം, സഹോദരന്റെ സ്നേഹം, വാത്സല്യം ഒന്നും കിട്ടിയില്ല. ഒരുപാട് കിട്ടിയതായിരുന്നാൽ പെട്ടെന്നാണ് സ്നേഹവും കരുതലും എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് അറിയാത്ത ഇരുട്ടിന്റെ പാതയിലൂടെ യോസേഫ് സഞ്ചരിപ്പനിടയായി തീർന്നു. He was loved by his father, loved by his mother, taken care by his siblings. All those things were there in his life, but all of a sudden he lost everything, and he had to go through a tough path in his life, a lonely and a dark path in his life. എന്നാൽ ഇന്ന് യാക്കോബ് ഇത് പറയുമ്പോൾ ശ്രേഷ്ഠനായ രാജ്യത്തിന്റെ അധിപനായ ഒരു തലമുറയെ കണ്ട് അവൻ്റെതായ സൗകര്യങ്ങളും രാജപ്രൗഢിയോടുകൂടെ വാർദ്ധക്യത്തിൽ യാക്കോബിന് മരിക്കത്തക്ക നിലയിൽ ഒരു അന്തരീക്ഷം ഒരുക്കപ്പെട്ടപ്പോൾ യാക്കോബ് ഹൃദയം തുറന്നു പറയുകയാണ്, ഇതിങ്ങനെ വന്നതിന്റെ പിൻപിൽ ഇസ്രായേലിന്റെ പാറയായ ഇടയൻ എന്റെ തലമുറയെ നടത്തിയതിന്റെ നന്മയാണ് ഈ കാണുന്നത്. Now when Jacob is looking at Joseph, who is now the leader, who is now governing an entire country, who is now responsible for a lot of governing things, who is blessed with lot of riches. Now when Jacob is looking at Joseph, he is saying that all these things happened in the life of Joseph. It has a purpose. It is just because the shepherd, the rock of Israel, was taking care of him, this happened in his life. പ്രിയരേ, നമ്മൾ കരുതുന്നത് കൊണ്ടോ നമ്മൾ അധ്വാനിച്ചത് കൊണ്ടൊന്നുമല്ല. നടത്തിപ്പ് കർത്താവിൻ്റെതാണെങ്കിൽ, ഇടയൻ ദൈവമാണെങ്കിൽ, ഇടയൻ നമ്മുടെ കർത്താവാണെങ്കിൽ, കുഞ്ഞേ, അത്ഭുതകരമായിട്ട് നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ, നിന്നെ ഉയർത്തുവാൻ, നിന്നെ മാനിക്കുവാൻ ഈ കർത്താവ് ഇന്നും വിശ്വസ്തനാണ്. അതുകൊണ്ട് സഭ ഒരുമിച്ച് പറയണം, യഹോവ എൻ്റെ ഇടയൻ, എൻ്റെ ഇടയൻ, എൻ്റെ ഇടയൻ. My dear children, beyond our care, beyond our provision, our children will be able to reach heights if the God himself is shepherding our children. If the God is guiding them, they will be able to achieve things. They will be able to reach positions in their life in miraculous way if we declare Lord is our shepherd. Hallelujah. പലപ്പോഴും തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്, ഭാവിയെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. എങ്ങനായി തീരും, എന്തായി തീരും. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ പലരെ ടെൻഷനുണ്ട്, എങ്ങനെയായിരിക്കും, എന്തായിരിക്കും. പക്ഷെങ്കിൽ വളരെ സ്നേഹത്തോടെ
ഈ ഒരു ദൂത് നിങ്ങൾ ഹൃദയത്തിനകത്ത് കുറിച്ച് വെക്കണം. ആമീൻ. നമ്മൾ നടക്കുകയല്ല, നമുക്ക് മുൻപായി നടക്കുന്ന ഒരു നല്ല ഇടയനുണ്ട്. വഴിയുടെ ദൂരം അറിയുന്നവൻ, നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ, നിന്നെ ഉറപ്പിക്കേണ്ട സ്ഥാനത്ത് ഉറപ്പിക്കുവാൻ ഉത്തരവാദിത്വമുള്ള ആമീൻ നല്ല ഇടയനായ ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ടെന്ന് ഇന്ന് പകൽക്ക് ദൈവസഭ തിരിച്ചറിയരുത്. My dear children, you should realize that you may be worried about many things. You may be bothered about the future of your children. You may be concerned about what will happen in their life. But if you realize, if you know that there is a shepherd who knows the distance that they should travel, there is a shepherd who knows their destiny, there is a shepherd who knows to lead them in the right path, there is a shepherd who knows to establish them in the way he wills, in the way they should be. If you believe that, if you leave it to this shepherd, then he is faithful enough to take care of them and lead them in the right path. പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് ആരുമില്ല. Many a times we say that I do not have anyone with me. ഒരു നല്ല ഉപദേശം പറഞ്ഞു തരാൻ ആരുമില്ല. There is no one to advise me. നല്ലത് എത്തിച്ചു തരാൻ ആരുമില്ല. There is no one to give me anything good. നാഥനില്ലാത്ത വീടെന്നൊക്കെ പലരും പറയാറുണ്ട്. Many a times we say this is a house without an elder, without a leader. എന്നാൽ എല്ലാരും ഉള്ളതിനേക്കാൾ നല്ലതാണ് യഹോവ എൻ്റെ ഇടയൻ. But beyond having all these things, having any of those, it is better to have the Lord as our shepherd. ഒരിക്കലും പറയരുത് ആരുമില്ലെന്ന് പറയരുത് കേട്ടോ. ആരുമില്ലെന്ന് പറയരുത്. Please do not say that I have no one ഞാൻ with me. ഒറ്റപ്പെട്ടെന്ന് ആരും പറയരുത്. Please do not say that I am lonely. ആമേൻ. നിനക്ക് വേണ്ടി സംസാരിപ്പാൻ, ആരോനെ പറഞ്ഞു കൊടുവാൻ, ആമേൻ പിൻപിലല്ല മുൻപിൽ നടക്കുവാൻ ആമേൻ സർവശക്തനായ കർത്താവുണ്ടെന്ന് ഇന്ന് പകലക്കാലം ഇടയൻ, മുൻപിൽ നടക്കുന്ന ഇടയനെ ഒന്ന് ആത്മാവിൽ കണ്ട് ഇന്ന് പകലിൽ ഇവിടെ നിന്ന് എഴുന്നേൽക്കാവോ? ആമേൻ. നിന്റെ സകല ചോദ്യങ്ങൾക്ക് മറുപടിയായി നിന്നെ എത്തിക്കേണ്ടത് എത്തിക്കുവാൻ, നിനക്ക് ആശ്വാസം പകരുവാൻ, നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ, നിനക്ക് വേണ്ടി സംസാരിപ്പാൻ ജീവൻ തന്ന ഒരു നല്ല ഇടയൻ ഇന്ന് പകലക്കാലം ഉണ്ടെന്ന്. Please do not say that I am lonely. Please do not say that I have nobody. There is a shepherd who understands you, who knows you, who can fight for you, who will walk before you, not behind you. A shepherd walking before you, showing you the right path, talking for you, fighting for you. You have this shepherd. You should realize the presence of this shepherd and take victory over that bondage of loneliness. Take victory over this and leave from this year without taking victory. You should take that victory in the name of Jesus. Hallelujah. 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 അറിയപ്പെട്ട കുഞ്ഞാടേ, ഹല്ലേലൂയ. യാഹു നല്ല ഇടയൻ, എന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഹു നല്ല ഇടയൻ, എന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. ആമേൻ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. ആമേൻ. സങ്കീർത്തനങ്ങൾ, അപ്പോൾ ഉൽപ്പത്തിയിൽ സങ്കീർത്തനം 23 പറയുന്നു എൻ്റെ ഇടയൻ. 28:9 സങ്കീർത്തനത്തിൽ പറയുന്നു ആമേൻ ഷപ്പേ the people of Israel. ആമേൻ. സ്തോത്രം. ഇസ്രായേലിന്റെ ജനത്തെ മേയ്ക്കുന്ന, നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ, അവരെ മേയിച്ച് എന്നേക്കും അവരെ ആമേൻ ജനത്തിന്റെ ഇസ്രായേലിന്റെ ഇടയനെന്ന് അവിടെ കാണുന്നുണ്ട്. In Psalms 23 we see that David is saying Lord is my shepherd, but in Psalms 28 we can see that he says about the Lord as their shepherd, the shepherd of the people of Israelites. ആമേൻ. 80:1 പറയുന്നുണ്ട്, ആട്ടിൻകൂട്ടത്തെപ്പോലെ യോസേഫ് നടത്തിയവനായ ഇസ്രായേലിന്റെ ഇടയനായുള്ളവേ. In Psalms 80 verse 1 also it says, O shepherd of Israel, thou that leadest Joseph like a flock. അപ്പോൾ എൻ്റെ ഇടയൻ, so there is my shepherd, ജനത്തിന്റെ ഇടയൻ, the shepherd of the people, ഈ രാഷ്ട്രത്തിന്റെ ഇടയൻ, the shepherd of the nation. എല്ലാം ആരാണ്? All of these are ആമേൻ. സ്തോത്രം. എൻ്റെ ഇടയൻ, നല്ല ഇടയൻ, നല്ല ഇടയൻ, our good shepherd. ആമേൻ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആമേൻ ഈ എൻ്റെ ഇടയൻ എന്നൊക്കെ ദാവീദിനൊക്കെ പറയാൻ ഭാഗ്യം ലഭിച്ചത്. എന്നാൽ സുവിശേഷത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഇച്ചിരൂടെ തലം മാറിയിട്ട് യേശു തന്നെ പറയുന്നു, ഞാൻ നല്ല ഇടയൻ.
In Psalms, we can see my shepherd, their shepherd, all those things. But when it comes to the New Testament, when it comes to the book of John, Jesus himself says that I am the good shepherd. എബ്രായലേഖനം 13:20 പറയുന്നു വലിയ ഇടയൻ, ഗ്രേറ്റ് ഷെപ്പേർഡ്. Hebrew chapter 13 verse 20, it says that great shepherd. 1 പത്രോസ് 2:25 പറയുന്നു ആത്മാക്കളുടെ ഇടയൻ. Shepherd and overseer of your souls. 1 Peter 2:25 it says shepherd and overseer of the souls. 1 പത്രോസ് 5:4 പറയുന്നു ഇടയ ശ്രേഷ്ഠൻ. 1 Peter 5:4 it says the chief shepherd. അപ്പോൾ ഇപ്പോൾ എത്ര ഇടയനായി? How many shepherds? ദാവീദിന് എന്റെ ഇടയനെന്ന് മാത്രമേ പറയാൻ ഭാഗ്യം ലഭിച്ചുള്ളൂ. പുതിയ നിയമസഭയെ രക്തം കൊടുത്ത് വിലയ്ക്കോ നമുക്ക് പറയാൻ കഴിയും. വെറും ഇടയനല്ല, നല്ല ഇടയൻ, വലിയ ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ, ആത്മാക്കളുടെ ഉടയവനായ ഇടയൻ. ഈ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദാവീദിനേക്കാൾ പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. യാക്കോബിനേക്കാൾ പ്രത്യാശ, യോസഫിനേക്കാൾ പ്രത്യാശ. രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവവൈതലേ, അവൻ നമുക്കുണ്ടായിരിക്കണം. അവൻ എവിടെയോ ദൂരത്തിരിക്കുന്ന ഇടയനല്ല, നിന്റെ കൂടെ നടക്കുന്ന, നിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു വലിയ ഇടയനാണ് എന്നെ നിന്നെ നടത്തുന്നത്. ഹല്ലേലൂയ. David could only say my shepherd, but the children who are brought by the blood of this shepherd, brought by the blood of Jesus, we are fortunate to say that he is a good shepherd, he is a chief shepherd, he is a great shepherd, he is the shepherd and overseer of our souls. We are brought by the blood of Jesus. We are so fortunate, the children brought by the blood, so fortunate to have this shepherd in our life. Praise the Lord. ഞാൻ എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അവരെക്കാൾ ധൈര്യം ആർക്ക് വേണം? അവരെക്കാൾ പ്രത്യാശ ആർക്ക് വേണം? ഇത്രയും പറഞ്ഞിട്ട് മോഹമൊക്കെ കണ്ടിട്ട് ആകപ്പാട് കർത്താവ് ഒന്നും ചെയ്യാത്തവരുടെ കൂട്ടം ഇവിടെ ഇരിക്കുന്നു. കർത്താവ് ഒന്നും ചെയ്യാത്തവരുടെ കൂട്ടായിരിക്കുന്നു. Because we have this shepherd with us, we should have more courage than others. We should have more encouragement than others, because that we have this shepherd with us. Praise the Lord. Hallelujah. ഇടയ്ക്ക് പിശാചൊക്കെ വന്ന് പോരാടുമ്പോൾ വാ തുറന്ന് പറയണം, പോടാ പിശാചെന്ന്. എന്ന് പറയണം, ഇടയ ശ്രേഷ്ഠൻ എൻ്റെ മുൻപിലുണ്ട്, വലിയ ഇടയ നടത്തുന്നത്. ഇപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഞാൻ സഹിച്ചോളാം. ഇപ്പം വഴി അടഞ്ഞിരിക്കുകയാണ്, ഞാൻ സഹിച്ചോളാമെന്ന്. കാരണം ഞാനല്ല വഴി ഒരുക്കുന്നത്, ഞാനല്ല പോകുന്നത്, എനിക്ക് മുൻപായി നടക്കുന്ന ഒരുവനുണ്ട്. ഇവിടെ വരെ കൊണ്ടെത്തിച്ചെങ്കിൽ, ഇത്രത്തോളം ഉയർത്തിയെങ്കിൽ, ഇത്രത്തോളം മാനിച്ചെങ്കിൽ, അടുത്ത സ്റ്റെപ്പ്, അടുത്ത വഴി, അടുത്ത വാതിൽ തുറക്കുവാൻ ഇതുവരെ നടത്തിയ എൻ്റെ നല്ല ഇടയൻ, അവൻ ഉത്തരവാദിത്വമുള്ളവനാണ്. അവൻ മേലാ നടത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. When you face troubles in your life, when you face spiritual warfare in your life, you have to tell to Satan, leave me, because I have a great shepherd with me. I have a chief shepherd with me. I have a shepherd who will break open the ways before me. He will open the doors before me. Even if there is no door, there is no way before me, he will make a new one and lead me through that way. Praise the Lord. Hallelujah. എന്ന് പറയുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. And he says, I lack nothing. കാരണം കർത്താവാണ് നടത്തുന്നത്. Because the shepherd is leading പറഞ്ഞ് me. ഒരു കുറവും എനിക്ക് വരത്തില്ല. I will lack nothing. Let us declare this. ഒന്നിനും മുടക്കം വരത്തില്ല. I will lack nothing. Let us declare this. ഇവിടെ മനുഷ്യന് പലതും മുടക്കാൻ പറ്റും, പക്ഷേ ആ ദൈവിക സപ്ലൈ ഉണ്ടല്ലോ, ഉയരത്തിലെ സപ്ലൈ മുടക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് ഒരു കുറവും വരുത്താതെ നടത്താൻ കഴിയുന്ന ഒരു നല്ല ഇടയന്റെ പിൻപയാണ് ഞാൻ അനുഗമിക്കുന്നത്. If we depend on humans, if we follow humans, they can lack things. They may not be able to supply everything in our life, and their supply can be blocked at many times. It can drain away at many times. But the one who is leading us, the shepherd, the heavenly shepherd that we have, his supply will never end. He will never stop taking care of us. അപ്പോൾ എനിക്ക് മുട്ടുണ്ടാകില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ സകല കാര്യങ്ങളും എൻ്റെ കർത്താവ് നടത്തിക്കൊള്ളും. When he declares that I lack nothing, it means that all of my needs will be taken care by my Lord. എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ കർത്താവ് തരും. He will provide me everything that I need. എന്നിട്ട് അടുത്ത വരുന്നത്, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു,
സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. The next we reads that he restores my soul. He guides me in the path of righteousness for his name's sake. ആമേൻ. നമുക്കറിയാം, ആടുകളെ അറിയാവുന്നവരൊക്കെയാണല്ലോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, അല്ലേ? ആമേൻ. ആടിനെ വളർത്തിയവരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, എങ്കിലും നമുക്ക് കുറച്ചൊക്കെ ആടിനെ പറ്റി അറിയാൻ പറ്റും. അപ്പോൾ ഈ ആട് എപ്പോഴാണ് ഈ സ്വസ്ഥമായിട്ട് കിടക്കുന്നത്? I do not know whether you are familiar with shepherding sheep, but do you know when is it that a sheep lies down beside the quiet waters? ആമേൻ. 4 കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇത് സമാധാനമായിട്ട് കിടക്കത്തുള്ളൂ. Unless 4 things are taken care, are okay in the life, this sheep will lie down peacefully. ഇവിടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ, നീണ്ടു പോകത്തില്ല. We'll mention this and pray together. ശ്രദ്ധിച്ചാട്ട്, ഈ ആട്ടിൻകുട്ടിയുടെ പ്രത്യേകത, ഇത് ഒന്നാമത് പേടിയുള്ള ഒരു ജീവിയാണ്. ഒരു What is peculiar about the sheep is that it is scared. പെട്ടെന്ന് പേടി വരുന്നു. It gets scared quickly. അതുകൊണ്ട് ഇത് സ്വസ്ഥമായിട്ട് കിടക്കണമെങ്കിൽ 4 കാര്യങ്ങൾ അതിന് ഓക്കെ ആണെന്ന് തോന്നണം. So for this sheep to feel peaceful, it need to have 4 of these things to be taken care. ഒന്ന്, അതിന് ഭയമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ ഇത് ഒരിക്കലും കിടക്കത്തില്ല. First thing, if there is a situation which are scary, which makes the sheep fearful, it will not lie down peacefully. ഏത് കാരണമാണേലും അതിൻ്റെ അകത്തൊരു ഭയം, മനുഷ്യനെയാണോ മൃഗമാണോ ഇഴജാതിയാണോ നമുക്കറിയത്തില്ല, പക്ഷെങ്കിൽ ഏതെങ്കിലും വിധത്തിലൊരു ഭയം അലട്ടുന്നുണ്ടെങ്കിൽ അവൻ 10 പച്ചയായ പുൽപ്പുറങ്ങൾ കൊണ്ട് നിർത്തിയാൽ ഇതെന്ത് ചെയ്യത്തില്ല, സ്വസ്ഥമായിട്ട് കിടക്കത്തില്ല. അതിങ്ങനെ അവൻ റെസ്റ്റ്ലെസ് ആയിട്ട് നടക്കും. Regardless of the reason for the fear, whether it is an animal or some other reason, regardless of those reasons, if there is fear inside the mind of the sheep will not lie down peacefully. Even if it is brought to any of the greenest pastures, it will not lie down peacefully. രണ്ടാമത്തെ വിഷയം, ഈ ആടുകൾ തമ്മിൽ കുത്തുന്നുണ്ടെങ്കിൽ, പ്രശ്നമുണ്ടെങ്കിൽ, വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരാടും സ്വസ്ഥമായിട്ട് എന്ത് ചെയ്യത്തില്ല, കിടക്കത്തില്ല. The second fact is that if there are friction, there are conflicts, there are problems among the sheep, then the sheep cannot lie down peacefully. മറ്റൊന്ന്, എത്ര നല്ല പച്ചയായ പുൽപ്പുറങ്ങളാണെങ്കിലും ഈച്ചയുടെ ശല്യം, അതുപോലെ തന്നെ ഈ എന്താ പറയുക പ്രാണികളൊക്കെ തന്നെ അലട്ടുകയാണെങ്കിൽ ഇത് കടന്നുകൊണ്ട് വീശത്തില്ല, ഇത് കിടക്കത്തില്ല, ഇത് ആകെപ്പാടെ അതിന് ബുദ്ധിമുട്ടായിട്ട് വരും. The third reason is that how much ever the pastures are greener, if there are flies, if there are small insects that bites and irritates the sheep, it will not be able to lie down peacefully. അടുത്ത ഒന്ന്, വിശപ്പുണ്ടെങ്കിൽ, ആഹാരത്തെ പറ്റിയുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഇത് സ്വസ്ഥമായിട്ട് കിടക്കത്തില്ല. The other reason is that if they are hungry, if they are bothered about the food that they need to have, they will not be able to lie down peacefully. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ കുറിച്ച് വെച്ചോണോ? ഒരു അത്യാവശ്യ 4 കാര്യമാണ് ഞാൻ പറഞ്ഞത്. If there are something else that comes to your mind, you please make a note of it. These are the four most important things that I am putting across to you. അപ്പം കുഞ്ഞുങ്ങളെ ഞാൻ എന്തൊക്കെയാ പറഞ്ഞു, എല്ലാം കേൾക്കുന്നുണ്ടോ? Do you remember the 4 things that I mentioned? 4 കാര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞേ? What are the 4 things? എന്ന് പറഞ്ഞേ. വിശപ്പ്, അതാണ് ആദ്യത്തെ പ്രശ്നം. ആമേ. ഫിയർ, ഭയമുണ്ടെങ്കിൽ, പിന്നെ ഫ്രിക്ഷൻസ്, ഹംഗ്രിയാണ് എല്ലാവരും പ്രശ്നം, ഫ്ലൈസ്, പിന്നെ അടുത്തത് 4 പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞു, ഭയം, ഇത്രയും കാര്യം സെറ്റിലായാൽ മാത്രമേ ആമേ സ്വസ്ഥമായിട്ട് ആര് കിടക്കത്തുള്ളൂ. The sheep will lie down peacefully only after all these 4 things are sorted out. അപ്പോൾ ഇടയൻ പച്ചയായ പുൽപ്പുറത്തിൽ കിടത്തുന്നെന്ന് പറഞ്ഞാൽ
ചുമ്മാതെ രാത്രിയായപ്പോൾ കൊണ്ട് കിടത്തിയതല്ല, അവൻ സെറ്റിൽ ചെയ്യേണ്ട പല വിഷയങ്ങൾ നന്നായിട്ട് അറിഞ്ഞ് ഇടപെട്ട് അവൻ സ്തോത്രം, നീ റെസ്റ്റ്ലെസ് ആകാതെ, അവൻ ക്ഷീണം ഭവിക്കാതെ, നമ്മൾ പോലും അറിയാതെ വേണ്ടുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങൾ സമയങ്ങൾ എടുത്ത് നിന്റെ ജീവനും ഭക്തിക്കും ഉള്ളത് നീ പോലും അറിയാതെ അവൻ കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ മാത്രമേ ഈ പറയുന്ന പറച്ച് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, അവൻ സ്വസ്ഥതയുള്ള അല്ലെ പച്ചയായ പുൽപ്പറങ്ങൾ കിടത്തുന്നു. When we say that the shepherd makes me lie down in the green pasture, it does not simply mean that the shepherd is taking the sheep towards the green pasture and just leaving them on the green pasture to lie down. He is the one who takes care of all these four things. He takes care of every single need of us, every single fear of us. He takes care of our relationships. He takes care of all of these things and then helps us to lie down in the green pasture. അപ്പോൾ എൻ്റെ ഇടയൻ ഒന്ന് പറഞ്ഞു എല്ലാവരും, എൻ്റെ ഇടയൻ. Let us say my shepherd. അവൻ എന്നെ പച്ചയായ പുൽപ്പറങ്ങൾ കിടത്തുന്നു. He makes me lie down on the green pastures. വാക്യം പറഞ്ഞു പോകരുത്, ഇത് വെറും വാക്കല്ല. നീ പോലും കാണാത്ത, സഹോദരങ്ങൾക്കോ പാസ്റ്റർക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ കാണാത്ത നിന്റെ ജീവിതത്തെ കടന്നു പോകുന്ന സകല യുദ്ധങ്ങളില്ലേ, ഇത് മുഴുവൻ ആത്മാവ് കണ്ടിട്ടാണ് നിനക്കൊരു സ്വസ്ഥത തരുന്ന ഇടയനായി അവൻ നിനക്ക് മുൻപായി നടക്കുന്നത്. When he is leading you to the green pastures, when he is leading you to a peaceful rest, Hallelujah. He is not simply leading you, he is seeing things that you are going through. He is seeing Hallelujah. the struggles that you are going through. Even if you may not realize the problems, even if you may not realize the warfare behind the Hallelujah. troubles that you have, he is fighting for you. He is resolving it for Jesus. you. He is taking care of you. Hallelujah. And then he is leading you to those green pastures, and beyond your knowledge, beyond your understanding, beyond the problems within the family, he is there to take care of it so that you will get rest. ആമേൻ. കുഞ്ഞെ ഭയപ്പെടുന്ന വിഷയം എന്തുവാ? What are the things that makes us നിന്നെ അലട്ടുന്ന വിഷയം afraid? എന്തുവാ? What are the things that you are afraid of? ഭാവിയാണോ? Is it about the future? ഇവിടെ നിൽക്കുവോ ഇല്ലയോ എന്നുള്ള വിഷയമാണോ? Is it about a question whether I will be able to stay back or ആമേൻ. not? സാമ്പത്തിക വിഷയമാണോ? Is it a financial issue? എന്താ നിന്നെ അലട്ടുന്നത്? What is it that is bothering you? നല്ല ഇടയൻ നിന്നെ നടത്തുമെന്ന്. There is a good shepherd there to lead ആമേൻ. you. കുറവ് തീർത്ത് നടത്തുവാൻ കഴിയുന്ന ഒരു നല്ല ഇടയൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് അവൻ നടത്തിയാൽ ഭയം മാറ്റി, അവൻ നിന്റെ ജീവിതത്തിലെ യുദ്ധങ്ങളെ മാറ്റി, അവൻ സന്തോഷത്തോടെ ജയത്തോടെ നടത്തുവാൻ ഇടയൻ സർവശക്തനാണെന്ന്. There is only one shepherd who can fill that lack in your life, who can fulfill all those needs in your life, and he will make sure that all the lack is removed from your life, and he will be able to lead you and help you to lead a victorious life. അവൻ തമ്മിൽ യുദ്ധങ്ങൾ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതും പരിഹരിക്കാൻ ദൈവം ശക്തനാണെന്ന്. If there are problems among you, there are quarrels among you, God is powerful enough to resolve that. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത് അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. And that is why in the second verse he says that he anoint me with his oil on my head. പലപ്പോഴും ആ ഭാഗം പറയുമ്പോൾ പറയുന്ന ഒരു കാര്യം ഒന്നുകൂടെ പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. I would like to emphasize on that portion and then pray. നമുക്കറിയാം ആടുകളുടെ ഒക്കെ പുറകെ ഈച്ചകൾ, ഇൻസെക്ട്സ്, ഈ പാമ്പ്, മറ്റ് പലതും ഇവരെ മേയുമ്പോൾ പതിഞ്ഞ് മറിഞ്ഞ് ഇവരെ ആക്രമിക്കാൻ വരാറുണ്ട്. We know that when the sheep is pasturing, then we can see that the insects and the flies and few animals stay in hiding to attack this sheep. ഇവര് കുന്നുകളിലും താഴ്വരയിലും ഒക്കെ ആണല്ലോ ഈ ആടുകൾ മേയുന്നത്. The sheep are pasturing in the mountains and the valleys. അപ്പോൾ ഇടയൻ ചെയ്യുന്ന ഒരു പ്രക്രിയ എല്ലാവർക്കും അറിയാമെങ്കിലും ഒന്നുകൂടെ ഇത് പറഞ്ഞു വന്നിട്ട് പറയട്ടെ. അവൻ നല്ല സുഗന്ധക്കൂട്ട് ഈ ഇടയന്മാർ ഒരുക്കിയെടുപ്പാനിടയായിത്തീരും. There is one thing that the shepherd does for the sheep is that the shepherd will prepare a sweet, fragrant, aromatic oil for the sheep. രാവിലെ ഇതിനെ മേയ്ക്കാൻ വിടുമ്പോൾ ഇതിന്റെ തലയിൽ ഈ എണ്ണ പുരട്ടിയാണ് ആടുകളെ മേയ്ക്കാൻ വിടുന്നത്.
And when the sheep is taking out these, when the shepherd is taking out these sheep, he anoint the head of the sheep with this oil. ആമേൻ. മടങ്ങി വരുമ്പോഴും ഇതിന്റെ ഒരു സുഗന്ധം ഈ തലയിലുണ്ട്. And even when the sheep returns, it still have this fragrance of the oil with it. ആമേൻ. അതിന്റെ ഒരു പ്രത്യേകത അമിഷത്തലം ഇത് കുനിഞ്ഞു നിന്ന് ഒന്നും അറിയാതെ ഇതിങ്ങനെ പുല്ലൊക്കെ പറിച്ച് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സുഗന്ധത്തിന്റെ വാസന ഇതിങ്ങനെ സ്പ്രെഡ് ആകും. What is special about this oil is that when the sheep bows down and is eating the grass, is pasturing on the land, the fragrance of the oil spreads across the place. അപ്പോൾ പല ദുഷ്ടജന്തുക്കൾ ഇതിനെ കണ്ടു മെയ്യുന്നുണ്ട്, എന്നാൽ ഇതിനെ പിടിക്കാം, ഇതിന്റെ ചോര കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് വരുമ്പോൾ ഒരു ഏരിയ കഴിയുമ്പോൾ ഇതിന് കടക്കാൻ പറ്റത്തില്ല. കാരണം ഈ എണ്ണയുടെ സുഗന്ധം പലതിനെയും തടഞ്ഞു നിർത്തും. There are many insects that are targeting the sheep and trying to come near the sheep to suck the blood from the sheep. But when they approach the sheep, after a certain point, they cannot come near the sheep because this fragrance of the oil is blocking these insects from coming near to the sheep. അമ്മ ഈ എണ്ണ തലയിൽ ഇരിക്കുമ്പോൾ ആടുകൾക്ക് ഒരു കുഴപ്പമില്ല. അമ്മ അത് നന്നായിട്ട് ഭക്ഷിക്കുന്നുണ്ട്, പാനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേ സുഗന്ധം, ഇതേ എണ്ണ ഇതിനെ ആക്രമിക്കാൻ വരുന്ന, ഇല്ലാതാക്കാൻ വരുന്ന ചിലതിനെ എവിടെയൊക്കെ ബ്ലോക്ക് ചെയ്യുവാൻ ഈ സുഗന്ധത്തിന് ശക്തിയുണ്ട്. When this oil is on their head, when this anointing is on their head, Hallelujah. they are not concerned, they are not bothered about anything, because the enemy that is trying to attack, even without their knowledge, the enemy that is targeting them, this oil which is on their head, this oil is preventing, is blocking these enemies from coming near to the sheep. നിന്റെ മേലും നിന്റെ തലയുടെ മേലും ഒരു അഭിഷേകം ദൈവം പുരട്ടുന്നുണ്ട്. ഒരു അഭിഷേകത്തിന് സാന്നിധ്യമുണ്ട്. എന്തിനാണെന്നറിയാമോ? നാം അറിയത്തില്ല, നാം കാണാതെ മറഞ്ഞിരുന്ന് അവൻ പിടിക്കുവാൻ, തകർക്കുവാൻ, വെല്ലുവിളിക്കുവാൻ, അപഹരിപ്പാൻ കൂട്ടപിശാച് കടന്നു വരുമ്പോൾ തടയുന്നത് നമ്മുടെ കഴിവല്ല, നമ്മുടെ ബുദ്ധിയല്ല, പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ വാസന, പകർന്നിരിക്കുന്ന പരിശുദ്ധ ആത്മാവിന്റെ സാന്നിധ്യം എവിടെയൊക്കെ ചിലതിനെ തടഞ്ഞതാണ്. ഇന്ന് പകൽ ജീവനോടെ ഈ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് കൃപ പകരുന്നത്. My dear children, there is an anointing on your head. There is an anointing of Holy Spirit on your head. And when you are walking through this valley, when you are walking through this problem in your life, even without your knowledge, you are being survived, you are being sustained. Hallelujah. Because the Holy Spirit, the anointing that is on your head, this Holy Spirit is blocking the enemies, targeting you. This Holy Spirit is fighting for you and taking victory over the enemies for you. That is the only reason you are being sustained. Let's close our eyes in prayer. Lord is my shepherd. We are not simply mentioning that, because he is able to make me lie down on green pastures peacefully. The Holy Spirit is encouraging you that this Lord is enquiring every single problem in your life. Hallelujah. അവൻ യഹോവ ഇന്നൊന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു, എൻ്റെ ഇടയൻ, എൻ്റെ ഇടയൻ എന്ന് വെച്ചാൽ അവൻ അറിയാം, അവൻ കാണുന്നുണ്ട് നിന്റെ സ്ട്രഗിൾസ്. ഈ ഇടയൻ കാണുന്നുണ്ട്, നിന്റെ ചോദ്യങ്ങൾ അവൻ കേൾക്കുന്നുണ്ട്, നിന്റെ ഞരക്കങ്ങൾ എൻ്റെ കർത്താവ് കാണുന്നുണ്ട്. നീ ഭയപ്പെടുന്നത്, നിന്നെ അലട്ടുന്നത്, സ്വസ്ഥതയില്ലാതെ കിടക്കാൻ കഴിയാതെ, ഉറങ്ങാൻ കഴിയാതെ, ഭക്ഷിക്കാൻ കഴിയാതെ നീ കിടന്ന് അവൻ കുഴയുന്ന നിന്റെ ഉഴച്ചകളെ എണ്ണുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകലൊക്കെ ദൈവസഭയെ നീ മറക്കരുത്. ആരും കണ്ടില്ലെങ്കിലും, ആരും അറിഞ്ഞില്ലെങ്കിലും, ആരോട് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു നല്ല ഇടയൻ, നല്ല ഇടയൻ അവൻ നിന്റെ അവസ്ഥ അറിഞ്ഞ് നിന്നെ കിടത്തുവാൻ, നിനക്ക് സ്വസ്ഥത പകരുവാൻ, നിനക്ക് ശാന്തത പകരുവാൻ, നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ യഹോവ നല്ലവനെന്ന് നിന്റെ അതരം കൊണ്ട് പറയുവാൻ, ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനും എന്റെ കുടുംബവും എന്തുള്ളൂ എന്ന് പറയത്തക്ക രീതിയിൽ നിന്റെ സ്ഥിതി മാറ്റാൻ അധികാരമുള്ള നല്ല ഇടയൻ. Oh Jesus. കർത്താവിന്റെ നാമം ചൊല്ലുന്ന ജനത്തെ അനുഗ്രഹിച്ചു. കർത്താവ് അത്ഭുതം ചെയ്യണമേ, ദൈവമഹത്വം വെളിപ്പെടുത്തണമേ, ശക്തരാക്കണം. ഞങ്ങൾ ആരും ഇല്ലാത്തവരല്ല, ഒരു നല്ല ഇടയന്റെ പിന്നെ നടക്കുന്നത്. ഞങ്ങളെ നിത്യത എത്തിക്കുമ്പോഴേയും
അവൻ ജയത്തോടെ നടത്താൻ അങ്ങ് സർവശക്തനാകയാൽ സ്തോത്രം. തൃക്കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന ജനത്തെ അങ്ങ് ശക്തീകരിക്കാൻ ബലപ്പെടുത്തും. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ കരവീരസോടെ കർത്താവിന്റെ മഹത്വം കൊടുക്കാമല്ലോ.